ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ കുജാസിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആമവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമുക്ക് പ്രയോജനകരമായിട്ടുള്ള കോശങ്ങളെ പോലും നശിപ്പിച്ച് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് പ്രയോജനകരമായിട്ടുള്ള കോശങ്ങൾ പോലും നശിച്ചു പോവുകയും അതായത് ജോയിൻറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ കാർട്ടിലേജ് പോലത്തുള്ള ടിഷ്യൂസിനെ അത് നശിപ്പിച്ച് കളയും. അതുമൂലം നമുക്ക് സന്ധികളിൽ ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ്, നീർക്കെട്ട് വരുന്നതിനെയാണ് നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെറിയ സന്ധികളിലായിരിക്കും ആദ്യം ബാധിക്കുന്നത്. അതിനുശേഷം ഇത് വലിയ സന്ധികളിലേക്ക് പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് സന്ധികൾ തോറുമുള്ള നീർക്കെട്ട്, വേദന, അതുപോലെ തന്നെ തൊടുമ്പോൾ തന്നെ അമിതമായ ശക്തമായ വേദന, അതുപോലെ തന്നെ ചുവപ്പ് നിറം, അവിടെ ചൂട് കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ അധികം സന്ധികൾ അനക്കാൻ വയ്യാത്തൊരവസ്ഥ, കുറച്ച് നേരത്തിന് ശേഷം മാത്രം അത് പഴയ രീതിയിലേക്ക് തിരിച്ചു വരിക. ഇതൊക്കെയാണ് മോർണിംഗ് സ്റ്റിഫ്നെസ് പോലെ. 1 മണിക്കൂറെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റിഫായിട്ട് മസിൽസ് ഇരിക്കുക അല്ലെങ്കിൽ ജോയിൻറ്റ്സ് ഇരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. നീർക്കെട്ട് മൂലമുണ്ടാകുന്ന സന്ധിവേദന ആയതുകൊണ്ട് തന്നെ രാത്രിയിലും വിശ്രമിക്കുമ്പോഴും വേദന കൂടുന്നതായിട്ടും ജോലികളും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോൾ വേദന കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇത് സാധാരണ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിക് കണ്ടീഷൻസ് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ജനിതക ഘടകങ്ങളായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ. അതുപോലെ തന്നെ സ്ട്രെസ്സ് പോലുള്ള ഫാക്ടേഴ്സും ഇതിന് അഗ്രവേറ്റഡ് ആവാനായിട്ട്, ഇത് കൂട്ടാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. അതായത് അധികമായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഈ രോഗത്തെ കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഉള്ളവർ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം, അതുപോലെ തന്നെ എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത എന്തൊക്കെ ആഹാരങ്ങളുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഉഴുന്നടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ആമം എന്ന് പറയുന്ന ആ കണ്ടീഷനെ കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ഇൻഫ്ലമേഷൻ കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഉഴുന്നടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. അതായത് ഇഡലി ആയാലും ഉഴുന്ന് ചേർന്നിട്ടുള്ള ദോശയായാലും ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പകരം നമുക്ക് ചപ്പാത്തി പോലത്തുള്ള, വീറ്റ് പോലത്തുള്ള ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആവിയിൽ പുഴുങ്ങിയതായിട്ടുള്ള പുട്ട്, അതുപോലെ ഇടിയപ്പം, ഇതുപോലത്തുള്ള ആഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടുള്ളത് കഴിക്കാൻ ശ്രദ്ധിക്കുക. ആമവാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് സാധാരണ ദഹന പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആഹാരം ഒരു സമയത്ത് എടുക്കാൻ പാടില്ല. അങ്ങനെ ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ആഹാരം ഒറ്റ സമയം തന്നെ കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ മുട്ട, ഇറച്ചി ഇതുപോലുള്ള ഹെവി മീൽസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ലൈറ്റായിട്ടുള്ള ഫുഡ് ഐറ്റംസ് രാത്രിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അധികം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ചൂടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പഴകിയ ആഹാരങ്ങളൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുക. ഇതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്സ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ബീവറേജസ് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ തണുത്ത പാനീയങ്ങളൊക്കെ, മധുരപാനീയങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതുപോലെയുള്ള നമ്മുടെ ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിൽ ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ അധിക എരി, പുളി, ഇതുപോലെ അച്ചാർ, ഇതുപോലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇനി ആമവാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് നമുക്ക് ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സാ രീതികൾ അവൈലബിൾ ആണെന്നെ കുറിച്ച് നോക്കാം. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് ഓരോ രോഗിക്കും പ്രത്യേക തരം മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഓരോ രോഗിക്കും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവരുടെ ദഹനശേഷിക്ക് അനുസരിച്ചുള്ളത്, അവരുടെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള, അവരുടെ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള ചികിത്സാ രീതികളായിരിക്കും, അവരുടെ ദേഹബലത്തിനനുസരിച്ചുള്ള ചികിത്സാ രീതികളായിരിക്കും നമ്മൾ ഓരോ രോഗികൾക്ക് കൊടുക്കുന്നത്. അത് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഓരോ രോഗിക്കും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലേപനങ്ങൾ ചെയ്യുന്നതായാലും നീരിനുള്ള ലേപനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആഭ്യംഗം, തൈലങ്ങൾ കൊണ്ടുള്ള മസാജിങ്, അതുപോലെ തന്നെ സ്നേഹപാനം, ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അവൈലബിളാണ്.
ശരിയായിട്ടുള്ള ആഹാര രീതി, അതുപോലെ തന്നെ വ്യായാമം, ഉറക്കം, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം നമ്മുടെ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായിട്ടുള്ള പഥ്യം സ്വീകരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ജീവിതശൈലിയും, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഔഷധങ്ങളും കറക്റ്റായിരിക്കണം. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.